കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് വിഷമിപ്പിക്കുന്ന നമ്മുടെ ജീവിത വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, നന്ദി, ആരാധന.
ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ച് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മഹാ ആദരവോടെയാണ് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്ന് പറയുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഭക്തി ആദരങ്ങളോടെ അങ്ങേ സന്നിധിയിൽ വ്യാപരിക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ദൈവസാന്നിധ്യത്തെ ലളിതമായി അല്ലെങ്കിൽ വേഗത്തിൽ സംലഭ്യമാക്കുന്ന ഒരു കൂദാശ അനുകരണമാണെന്ന് പറയാം. സഭയിലെ സക്രമെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കൂദാശ അനുകരണങ്ങളുണ്ടാവും. യേശുവിനെ സംലഭ്യമാക്കുന്ന, ദൃശ്യവൽക്കരിക്കുന്ന എല്ലാ ആചാര അനുഷ്ഠാന രൂപങ്ങളും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കൂദാശ, രണ്ടാമത് അർത്ഥകൂദാശ. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹാ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. നമുക്കറിയാം, അർത്ഥകൂദാശയും ഏതാണ്ട് അത് തന്നെയാണ്. ഉടമ്പടിയിലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ വരപ്രസാദമാണ്. അതിൻ്റെ അകത്ത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട്, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇപ്പം യാക്കോബിന് ദൈവം കൊടുത്തത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നമ്മുടെ ശരീരം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് നിലനിർത്തുകയും വളരുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യാനുള്ള കുറേ സംവിധാനങ്ങൾ വേണം. ഇത് വേണം, ആഹാരം വേണം, അല്ലേ? ആൾക്കാർ ക്ഷീണിക്കണ കണ്ടു കഴിഞ്ഞാൽ നീ എന്നാ ഒന്നും കഴിക്കണില്ലേ എന്ന് ചോദിക്കും, അല്ലേ? അപ്പം ആഹാരം വേണം. പിന്നെന്ത് വേണം? വസ്ത്രം വേണം. കാര്യം പട്ടികൾക്ക് വരെ മനുഷ്യൻ വസ്ത്രം ഇപ്പോൾ തയ്പ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ചില യൂട്യൂബൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ അവരുടെ വളർത്തു പട്ടികൾക്ക് വസ്ത്രം തയ്പ്പിച്ചിട്ട് കൊടുക്കും, പൂച്ചകൾക്കൊക്കെ. അപ്പോൾ ഒരു മാന്യതയുടെ പരിവേഷം മൃഗങ്ങൾക്ക് പോലും, അവരുടെ പെറ്റായിട്ടുള്ള മൃഗങ്ങൾക്ക് പോലും ചാർത്തി കൊടുക്കാൻ മനുഷ്യന് ഒരു അഭിവാഞ്ചയുണ്ട്. അപ്പം മാന്യതയുടെ ഒരു പ്രതീകമാണ് വസ്ത്രങ്ങൾ. അത് മനുഷ്യന് അത് അടിസ്ഥാന ആവശ്യമാണ്. പിന്നെ എന്താ? വീട് വേണം, സുരക്ഷിതമായി ജീവിക്കാൻ അടച്ചുറപ്പുള്ള വീട് വേണം.
ഇതിനു വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അത് ബിസിനസ്സായാലും മറ്റു തരത്തിലുള്ള സർവീസ് സെക്ടറായാലും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവലംബിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് അതിനു വേണ്ടിയാണ്. വിദ്യാഭ്യാസം അതോടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് പഠിക്കണത്? ജോലി കിട്ടാൻ. ജോലി കിട്ടണത് എന്തിനാ? മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ, അല്ലെങ്കിൽ എല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മൂന്നായിട്ട് തിരിക്കണം ബൈബിള്. നിങ്ങൾ ഇന്ന് ഉടമ്പടിയിൽ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ബൈബിള് മൂന്നായിട്ട് തിരിക്കുക. അടിസ്ഥാന സൗകര്യങ്ങളും ആത്മീയ ആവശ്യങ്ങളും. ആത്മീയ ആവശ്യമെന്ന് പറയുന്നത് നിത്യത വരെ ദൈവ പൈതലായത് കാരണം നിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അംശമായി നിന്നിൽ കുടികൊള്ളുന്ന കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ ആഗിരണം ചെയ്തുകൊണ്ട് ഉപരിമഹത്വം പ്രാപിച്ച് ദൈവത്തെ അറിഞ്ഞ് സന്തോഷിക്കാനുള്ള നിത്യതയുടെ നിൻ്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉടമ്പടി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ഉടമ്പടിയുടെ അവസാന വാക്കായി മാറുന്നതിൻ്റെ കാരണം. പരിശുദ്ധ കുർബാനയും ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. കാര്യം ഉടമ്പടിയിൽ മാത്രമേ ദൈവവും നമ്മളും തമ്മിൽ പേഴ്സൺ ടു പേഴ്സൺ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലേക്ക്, ഒരു റിലേഷനിലേക്ക്, അത് ശാശ്വതമായ ഒരു ബന്ധത്തിലേക്ക് വരത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി എന്ന ദൈവികമായ സുവിശേഷ വെളിപാട് പദ്ധതിയിലൂടെ ഞാനും നീയും തമ്മിലെ അടുത്തു വരികയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ മഹാസംഭവത്തിന്റെ ഭാഗമാകാൻ എന്നെ വിളിച്ചതിന് അതിന്റെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയ മരിയൻ ഉടമ്പടിയെ ഓർത്തോ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. വലിയ പ്രാർത്ഥന നൽകിയ ദൈവപിതാവിന്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നത്. വായിച്ചോളൂ. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു. ഉടമ്പടി ചെയ്തു. കേക്കട്ടെ. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു ഉടമ്പടി ചെയ്തു. ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ പറഞ്ഞ് ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും കൈയടിച്ച് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു അടിസ്ഥാനപരമായ ആത്യന്തികമായ ലക്ഷ്യം എന്താ? മനുഷ്യൻ്റെ ആദ്യകാലം മുതലുള്ള അഭിവാഞ്ചിയാണിത്. എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. എനിക്ക് കടമാകാം, ചിലപ്പോൾ എനിക്ക് രോഗമാകാം. നമുക്ക് ഈ ലോകത്ത് സന്തോഷമുള്ളതുപോലെ തന്നെ സങ്കടങ്ങളുടെ സാഹചര്യങ്ങളും ഉണ്ടാവും. ഈ സങ്കടങ്ങളുടെ സാഹചര്യങ്ങളാണ് പലപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും ടാൻസിബിളായിട്ടുള്ള സ്പർശ്യമായിട്ടുള്ള മുഹൂർത്തങ്ങളെന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ ഹൃദ്യമായി ഉറപ്പാക്കി തരുന്ന ഒരു ബൈലാറ്ററൽ ഉഭയകക്ഷിയായിട്ടുള്ള
ഒരു ബന്ധമാണ് ഈ ഉടമ്പടി. ഉടമ്പടിയുടെ നിങ്ങൾ IELTS പാസ്സാക്കുക, അത് പിന്നെ വസ്തു വിൽക്കുക, കടം മാറുക, അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം നടക്കും, ഒരു സംശയമില്ല. സാക്ഷ്യങ്ങൾ കണ്ടറിയാൻ പറ്റുമല്ലോ അതിൻ്റെ അപ്പുറത്ത് നടക്കുമെന്ന്. അതിനേക്കാൾ 1000 മടങ്ങായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് നടക്കും. പക്ഷേ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഭൗതികമായ ആനുകൂല്യങ്ങളുടെ എല്ലാം അന്തർധാരയായിട്ട് പോകുന്നത് ദ അൾട്ടിമേറ്റ് പ്രോമിസ്, ദൈവത്തിൻ്റെ ആത്യന്തികമായ വാഗ്ദാനം, ദ പ്രസൻസ് ഓഫ് ഗാഡ്. യാക്കോബ് 28:20-21 വായിച്ചോളൂ. ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും, പറഞ്ഞ ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. അപ്പോഴേ ഉടമ്പടിയുടെ കണ്ടില്ലേ, ഉടമ്പടി കണ്ടന്റ് കണ്ടില്ലേ? നമ്മൾ ഇന്ന് ഈ ആൾക്കാരെല്ലാം ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം. എൻ്റെ യാത്ര എവിടെ അവസാനിക്കുന്നു? നിത്യത്തിലാണ് അവസാനിക്കുന്നത്, ഉറപ്പല്ലേ? അല്ലേ? യാത്ര എവിടെ അവസാനിക്കണം? നമ്മുടെ വിശ്വാസ യാത്ര എവിടെ അവസാനിക്കും? നിത്യത്തിൽ അവസാനിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാകണം, നിത്യത വരെ എൻ്റെ കൂടെ ഉണ്ടാകണം. ദൈവത്തിൻ്റെ സാന്നിധ്യം, അതായത് ഉടമ്പടിയാണ് ദൈവസാന്നിധ്യം ഏറ്റവും കൂടുതൽ നമുക്ക് ദൃശ്യവൽക്കരിക്കുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വരെ അനുഭവവേദ്യമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമിഷ എന്നും പറഞ്ഞൊരു പെൺകുട്ടി ഒരു സാക്ഷ്യം പറഞ്ഞു. അതുപോലെ അലീഷ എന്നും പറഞ്ഞ് വേറെ രണ്ടും പേരൊക്കെ സെയിമാ, വ്യത്യാസം. അമീഷ പറഞ്ഞ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൊബൈൽ കാണാതെ പോയി അല്ലേ. അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ അവർ ബംഗാളികളുടെ കോളനിയിലേക്ക് പോയെന്നാണ് പറയണത്. അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് അവരുടെ ആ സാഹചര്യത്തിൻ്റെ സിറ്റുവേഷൻ തെളിവ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു. ആ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കെന്താ മനസ്സിലായെന്നറിയാവോ? എന്നിട്ട് അവർ പറയുന്ന 400 പേരുണ്ടല്ലോ ഇവിടെ, ആ കോളനിയിൽ 400 പേരുണ്ട്, അതിൽ ആരാണ് എടുത്തതെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് ഒരു തിരിച്ചറിയൽ പരേഡ് വെക്കാൻ നോക്കി. അതിൻ്റെ അകത്ത് ഒരു പരിചയമുള്ള ബംഗാളിയെ പിടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവരാണെന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന്, അപ്പോൾ യഥാർത്ഥ വ്യക്തി വന്നപ്പോൾ വീണ്ടും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്ന്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ സർക്കാസ്റ്റിക്കായിട്ട് തോന്നും. സർക്കാസ്റ്റിക്കായിട്ട് തോന്നുന്നു, വ്യത്യസ്തമായ കാര്യം. നമ്മുടെ അനുഭവതലത്തിൽ ഇതുവരെ കിട്ടാത്ത പല അനുഭവങ്ങളാണ് ആൾക്കാരുടെ. അവർ ഇതിന് ശരിക്കും ഉടമ്പടി എടുക്കുന്ന ചിലർ 10% ഇൻവെസ്റ്റ് ചെയ്യും അതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ അവർ ഇടം വലം നോക്കാത്ത രീതിയിൽ അതിൽ ഇടം വലം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ കേട്ട് ഇവർ പറഞ്ഞാൽ കേട്ട് അങ്ങനെയൊന്നും പോകാതെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർക്ക് ആന്തരികമായൊരു ബോധ്യം കിട്ടും. അതുകൊണ്ട് ആ ബോധ്യത്തിൽ അവർ ഉറച്ചു നിൽക്കും അതിൻ്റെ അകത്ത്. അപ്പം ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ചില ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ നാത്തൂൻ അത് പറഞ്ഞു, അല്ലെങ്കിൽ അയൽവാസി അത് പറഞ്ഞു, അല്ലെങ്കിൽ കൂട്ടുകാരത് പറഞ്ഞൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉടമ്പടിയിൽ ഡൗൺ ആവും. അതാണ് നിങ്ങൾക്ക് ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധം. അതാണ് അവർ ഇടം വലം നോക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ വാക്കിന് ദൈവവാക്കിനേക്കാളും വില കൊടുക്കും.
അത് ഒരു അപകടമാണ്, ഡേഞ്ചറസ് ആണത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, എത്ര കാലം കഴിഞ്ഞാലും ദൈവം പറഞ്ഞ വാക്കുകളോട് ദൈവം നീതി പുലർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗലാത്യ ലേഖനം 3:15 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം, ആരാധന 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 പാടം മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടം മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. ഗലാത്യർ 3:15. സഹോദരരെ, പറഞ്ഞ സഹോദരങ്ങളെ മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. അപ്പൊ ആദ്യകാലത്തെ ദൈവത്തിന്റെ ആദ്യകാലം ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? യാക്കോബ് ശ്രീഹ എന്താ പറഞ്ഞത്? യാക്കോബ് ശ്രീഹ അല്ല, പഴയ നിയമത്തിലെ യാക്കോബ്, പിതാവായ യാക്കോബ്. അതായത് എനിക്കുണ്ണാനോ ഉടുക്കാനോ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനും ഇടയാക്കിയാൽ, എൻ്റെ യാത്രയെല്ലാം നീ എൻ്റെ കൂടെ നടന്ന് സംരക്ഷിച്ചാൽ നീ തന്നെയായിരിക്കും എൻ്റെ ദൈവം. അപ്പോൾ യാക്കോബിനോട് ആ ഉടമ്പടി ദൈവം സ്ഥിരീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 1000 വർഷം കഴിഞ്ഞാലും ഉടമ്പടിയുടെ ഭാഗമായിട്ട് അത് റദ്ദ് ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയില്ല. ആ ഉടമ്പടി അതേ രീതി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ദൈവത്തിന് മാറ്റമില്ലാത്തതുപോലെ. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പോഴേ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളോട് നിയമാവർത്തനം 7:9 എന്താ പറയണത്? വിശ്വസ്തനായിരിക്കും. അപ്പം ദൈവവചനത്തോട് ദൈവം വിശ്വസ്തനായിരിക്കും. പിടിയിട്ടില്ലേ? ദൈവവചനത്തോട് ഉടമ്പടി എടുത്ത എല്ലാവരും അറിയണം ഇത്. ദൈവം തൻ്റെ വചനത്തോട് വിശ്വസ്തനായിരിക്കും. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത്? അതേ വിശ്വസ്തതയാണ് വേണ്ടത്. പക്ഷെ നമ്മൾക്ക് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഉടമ്പടി എടുത്ത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് വന്ന് ചെറിയ രോഗമോ അല്ലെങ്കിൽ മുമ്പത്തെ കാര്യങ്ങളോ വഷളായി പോവുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശ്വസ്തത പോയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഭയവും, അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് പ്രാർത്ഥനയിൽ മാന്യവും, അതനുസരിച്ച് പരസ്നേഹ പ്രവൃത്തികളിലൊക്കെ ഈടറവൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ പതുക്കെ തെന്നി മാറും വിശ്വസ്തതയിൽ നിന്ന്. അപ്പം നമ്മൾ വിശ്വസ്തതയും തെന്നി മാറിയാലും ഓർക്കേണ്ട ഇതാണ് 1 തിമോത്തി 2:13 എന്താണ്? കർത്താവ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന പാടം മാലാഖമാർക്കും ജീവന്റെ
തിരുഭോജ്യമേ ആരാധന പാടാം മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്ന് പറഞ്ഞ നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ട്, നല്ലൊരു സാക്ഷ്യമാണ്. ബേബി കുര്യൻ കാസർഗോഡ്. അപ്പം അദ്ദേഹം ഉടമ്പടി എടുത്തത് അദ്ദേഹം വൈഫും കൂടി വന്ന ഉടമ്പടി എടുത്തത്. അപ്പോൾ അദ്ദേഹം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അതിന് അദ്ദേഹം കാരണങ്ങൾ പറയുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ ചിലപ്പോൾ കച്ചവടത്തിൽ കള്ളം പറയാതെ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. പാവപ്പെട്ട ശുദ്ധഗതിക്കെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഡൽഹിയിലെ സാധനം നാട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് എഡിറ്റർ ചോദിച്ച് അതൊക്കെ കട്ട് ചെയ്ത് കളയണ്ടേ? ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞതല്ലേ, കിടക്കട്ടെ. കാര്യം ആൾക്കാരറിയണ്ടേ, കാര്യം അദ്ദേഹം പറഞ്ഞ സംഭവമല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് എൻ്റെ കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ള കാരണം ഞാൻ ഉടമ്പടി ചെയ്യുന്നില്ല, അതുകൊണ്ട് വൈഫ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? അതിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് 1 കോടി 15 ലക്ഷം രൂപ കടമുണ്ട്. കട മര്യാദക്ക് കച്ചവടം ചെയ്ത് അവിടെ നല്ലവണ്ണം വേര് പിടിച്ചു വന്ന ആളാണ്. അവിടെ കാസർഗോഡ് ടൗണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാർഡ്വെയർ സ്റ്റോർ ഉള്ളതാണ്. നിങ്ങൾ കാസർഗോഡുകാരിവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പം തന്നെ സാക്ഷ്യപ്പെട്ടിട്ടുണ്ട്. അതെന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ആ ഹാർഡ്വെയർ കട നടത്തുന്നതിൻ്റെ ആ ഒരു പ്രമിസിൽ ഒരു ഇരട്ട കൊലപാതകം നടന്ന്, അത് ഭയങ്കര കേരളത്തിലൊക്കെ ചർച്ച ചെയ്ത കൊലപാതകമാണ്. ഒരു ദിവസം 2 പേരെ കൊന്നു. അപ്പം അതിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വേറെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ അപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ രാജ്യം വിട്ട് പോകും. കാര്യം പിടിച്ചാൽ എല്ലാത്തിനും പിടിച്ചാൽ ജയിലിലിടില്ല. യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ കാണുന്നവരെ പിടിച്ച് അവർ ജയിലിൽ നിറച്ചുകൊണ്ടിരിക്കും. എന്നിട്ടല്ലേ അവരെ തെളിവ് കിട്ടി തെളിവ് നോക്കി എടുക്കണത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അതിനോട് ഒരു ബന്ധമില്ല, പക്ഷെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ട്. അപ്പോൾ ഒരു മനുഷ്യന് തകർച്ച തന്നെ വരവ് കണ്ടില്ലേ? എനിക്ക് തോന്നണത് എന്താ മക്കളെ, ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത പ്രൊട്ടക്ഷൻ ഒരു ഭയങ്കര സംഭവമാണ്. അതായത് യാക്കോബ് പറയുന്ന ആ വാക്കൊന്ന് വായിച്ചവനെ 28:20 ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഒന്ന് പറഞ്ഞ ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. അപ്പൊ യാത്രയിൽ കൂടെ ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ദ പ്രസൻസ് ഓഫ് ഗോഡ് പ്രൊട്ടക്ഷനാണ് നമുക്ക് നൽകുന്നത്. ഉടമ്പടിയുടെ മഹാവാഗ്ദാനങ്ങളിൽ ഒന്നാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ എപ്പോഴും ചെയ്യണത് വീട്, ജോലി, വിവാഹം, PR, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനങ്ങോട്ട് ന്യൂനീകരിച്ച് കളയും. അപ്പോൾ യഥാർത്ഥ മത്സ്യം ചാടിപ്പോവും. മനസ്സിലായില്ലേ? ചെറുമീനെ പിടിക്കാൻ നേരത്ത് വലിയ മീൻ ചാടിപ്പോവും. അതാണ് പല ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ വലിയ മീനെ തന്നെ ആദ്യം ടാർഗറ്റ് ചെയ്യണം ഉടമ്പടിയിൽ. ഉടമ്പടി വലിയ മീൻ എന്താ? ദ പ്രസൻസ് ഓഫ് ഗാഡ്, സാന്നിധ്യവും സംരക്ഷണവും. ഇപ്പോൾ ഈ ചേട്ടായിക്ക് എന്നാ സംഭവിച്ചത്? ബേബി കുര്യൻ എന്താ സംഭവിച്ചത്? സംരക്ഷണം പോയി.
അല്ലേ? കണ്ടവൻ്റെ വല്ലാതെ കൊണ്ട് വേറെ കൊലപാതകത്തിന് ഈ മനുഷ്യൻ ജയിലിൽ പോയി. അതൊരു സംരക്ഷണം പോയെന്നർത്ഥം. അപ്പോൾ സംരക്ഷണം ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യാക്കോബിൻ്റെ പ്രാർത്ഥന തന്നെയാണ് മെച്ചം. എന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒറ്റയാണ്, എന്നെ സംരക്ഷിക്കണം ഈ യാത്രയിൽ. ഒന്ന് പറഞ്ഞേ, എന്നെ സംരക്ഷിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ, എൻ്റെ ഉടമ്പടിയുടെ ദൈവമേ, എൻ്റെ ഉടമ്പടിയുടെ ദൈവമേ, എൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും സംരക്ഷിക്കണമേ ദൈവമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ. വഴി ദീപമേ, ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ സംരക്ഷണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വേറെ വഴിയെ പോയ കൊലപാതകത്തിന് അദ്ദേഹം പ്രതിയാവുകയും ജയിലിൽ പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. ഇത് നമ്മൾ വല്ലതും ചെയ്ത കാര്യമാണ്. വല്ലവരും ചെയ്ത കാര്യത്തിന് നമ്മൾ പ്രതികളായി ജയിലിൽ പോകുമ്പോൾ ദാറ്റ് മീൻസ് വി ലോസ്റ്റ് അവർ പ്രൊട്ടക്ഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോകുന്നത്? എപ്പോഴും പ്രൊട്ടക്ഷൻ പോകുന്നത്, സംരക്ഷണം എന്തുകൊണ്ടാണ് പോകുന്നത്? സംരക്ഷണം പോകുന്നതിൻ്റെ കാരണം, അതായത് ദൈവം സംരക്ഷിക്കുന്നതായിട്ട് അറിഞ്ഞില്ല. ഇപ്പം സംരക്ഷിച്ചാൽ ചിലർ സംരക്ഷിക്കും, പക്ഷേ ദേ ലീവ് ആസ് ഇഫ് ദേ നോ ദേ ഡോണ്ട് ഹാവ് ദ പ്രസൻസ്. അതായത് അവർക്ക് സംരക്ഷണമുണ്ട്, പക്ഷെ അവർക്ക് ഇങ്ങനെ ദൈവം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ വെച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് സംരക്ഷണമുണ്ട്, പക്ഷെ ദൈവമാണ് അവരെ സംരക്ഷിക്കണമെന്ന് അവർക്കറിയത്തില്ല. അവർ പറയും പാർട്ടിക്കാരാണ് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയും. അത് ഞങ്ങളുടെ കയ്യിലുള്ള ഗുണ്ടായുസമാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ചിലരും ഞങ്ങളുടെ കയ്യിലുള്ള FDയും ഞങ്ങളുടെ സ്വർണവും പറമ്പും പാർട്ടിയും പൊന്നും ഒക്കെ സംരക്ഷിക്കണം. നോൺസെൻസ്. ഒരിക്കലും അങ്ങനെ ദൈവത്തെ തള്ളിപ്പറയരുത്. അപ്പോഴും സംരക്ഷണം പോകും. അപ്പോൾ അദ്ദേഹം ബേബിക്കുര്യൻ പ്രതി അല്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് വിട്ടു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അവരിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അവിടെ ഒരു 44 കാര്യങ്ങളൊക്കെ പോലീസ് രാജ്യമായിപ്പോയില്ലേ. അപ്പോഴേ കസ്റ്റമേഴ്സൊന്നും വരണില്ല. കച്ചവടം അയാൾക്ക് മാത്രമല്ല, പല ആൾക്കാർക്കും കച്ചവടം പോയി. അയാൾക്ക് മാത്രമല്ല, പല ആൾക്കാർക്കും കച്ചവടം പോയി. ഈ മണി ഫ്ലോയിൽ കൊടുത്തും കൊണ്ടും മേടിച്ചുമൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പലിശ അറിയാതെ കൊടുക്കും. അതില്ലേ കോവിഡിന് നമുക്ക് വന്ന അബദ്ധങ്ങൾ. അതില്ലേ കോവിഡിന് പല ആൾക്കാർക്കും വിഷമം വന്നതിൻ്റെ കാരണം എന്താ? ലോൺ എടുത്ത് ചെയ്യുന്ന ലോണിലല്ലേ നമ്മൾ എല്ലാവരും നിൽക്കണത്. ഇപ്പോൾ ലോൺ എടുത്ത് ചെയ്യുന്നവർ നമുക്ക് വരുമാനമില്ല, പലിശ കൂടുന്നു. പലിശ കൂടിയിട്ട് എന്ത് ചെയ്ത്? ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തോ? ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ എന്ത് സപ്പോർട്ട് ചെയ്യും? അവരെ ലോക്സഭയിൽ തീരുമാനം എടുത്തിരിക്കണത് എന്താ? സപ്പോർട്ട് ചെയ്യേണ്ടെന്നാണ്. അതിലേ ജപ്തി പടപടാന്ന് ജപ്തി വരുന്നത്. കോവിഡ് കാലത്ത് ഗവൺമെൻറ് നമ്മൾ 8 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു 4 ലക്ഷം കോടി കൊടുത്തിരുന്നെങ്കിൽ കടമില്ലാതെ മനുഷ്യൻ ജീവിച്ചു പോകത്തില്ലേ? ഇപ്പം എല്ലാവരും കിഡ്നി വരെ പണയം വെക്കുന്ന അവസ്ഥ വന്നില്ലേ? അപ്പം ബാങ്കുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ഞങ്ങളെങ്ങാനും ഈ കടം എഴുതി തള്ളിയാൽ അതൊരു കീഴ്വഴക്കം തെറ്റാകും.
പിന്നീട് ആൾക്കാർ കടമെടുത്താൽ ഗവൺമെൻറ് അടക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് സിസ്റ്റം തന്നെ തകരും. അതുകൊണ്ട് വി വിൽ നോട്ട് ഫോർ ദാറ്റ് എന്ന് പറയും. അത് ബാങ്കുകാർ അത് പറയത്തുള്ളൂ, പറയും അവർ, കാരണം അത് സാമ്പത്തിക സ്ഥാപനമല്ലേ. അപ്പോൾ ജനാംഗീയ സർക്കാരാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ പ്രാക്ടിക്കലി സർക്കാരും അവരുടെ സെക്യൂരിറ്റി എമൗണ്ടാക്കി കിട്ടിയിരിക്കുന്ന കാശ് മാറ്റിയിട്ട് ജനങ്ങളിങ്ങനെ പട്ടിണിയായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചടക്കുകയാണ്. സത്യം പറയട്ടെ, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ബേബി കുര്യൻ വൈഫിനെ കൊണ്ടാണല്ലോ ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്, ഇല്ലേ? വൈഫ് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കർത്താവിന് മുതലാവണില്ല. അതാണൊരു പ്രശ്നം. കാര്യം ബേബി കുര്യൻ ഇവിടെ വന്നാണല്ലോ, അല്ലേ? എന്തിനാണ് വൈഫിനെ കൊണ്ട് എടുപ്പിച്ചത്? തനിക്ക് ഇനി എങ്ങാനും വിശുദ്ധീകരിച്ച് പോയാൽ പഴയ കള്ളത്തടങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് കോട്ടം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ ദൈവത്തിനെ അതായത് പതുക്കെ അങ്ങോട്ട് സൈഡാക്കുകയാണ്. ശരിക്കും നിങ്ങളത് ചിന്തിക്കണം കേട്ടോ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് ദൈവത്തിനെ സൈഡാക്കുന്നതാണ്. ദൈവത്തിനെ സൈഡാക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞാൽ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ കൽപ്പനയിൽ ഇങ്ങനെ പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകരുത്, എന്നെ സൈഡാക്കരുതെന്ന്. അല്ലേ? കറക്റ്റല്ലേ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ലളിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതൊരു ഗ്രീവിയസ് ഒഫൻസാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ബേബി കുര്യൻ എന്താ ചെയ്തത്? ഞാനൊരു ബിസിനസ് മാനായത് കാരണം എനിക്ക് ഇങ്ങനെ കർത്താവിൻ്റെ വചനമൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് സൈഡാക്കുകയാണ്. പക്ഷെ എന്നാ പറ്റണത്? ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. ഉടമ്പടി പുതുക്കിയതിന് ശേഷവും അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പറമ്പുണ്ടേ, വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടം തീർക്കാം. പക്ഷേ ആരും വാങ്ങിക്കണില്ല പറമ്പ്. 10 പേര് വന്ന് നോക്കിയെന്നാണ് പറയുന്നത്. ഉടമ്പടിക്കാലത്തെ 10 പേര് വന്ന് ഉടമ്പടിക്കാലത്ത് പറമ്പ് കണ്ടുപോയി, അതിന് വിലയും പറഞ്ഞു പോയി, പക്ഷെ ആരും അഡ്വാൻസ് തന്നില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ കടക്കാരാണെങ്കിൽ ഇങ്ങനെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും മനുഷ്യനെ എഴുന്നേക്കാൻ തന്നെ പേടിയാണ്. ആരെ കണ്ടാലും ഇപ്പം ചില പറയും, ഞാൻ കടയിൽ കയറത്തില്ല, കടയിൽ കയറിയാൽ എല്ലാവരും കൂടി കടക്കാർ വരൂ, അത് ഞാൻ പുറത്ത് ഞാൻ കറങ്ങി നടക്കണമെന്ന്. അപ്പം അങ്ങനെ ഇന്നലെ എന്നോട് ആൾ വന്ന് പറഞ്ഞ്, എല്ലാവരും എമർജൻസിക്കാരൊക്കെ അച്ഛൻ കാണുമല്ലോ, മനഃപൂർവ്വം കാണുന്ന കേട്ടോ. നമുക്ക് കാണാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ഇവിടെ. കാര്യം ഒരു ദിവസം 100 കണക്കിന് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവരെയും കാണാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടുകയല്ലേ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എമർജൻസി ഉള്ളവരെ എല്ലാവരെയും കാണും. ഇപ്പോൾ ഒരാഴ്ച ഞായറാഴ്ച കാണത്തില്ല, പക്ഷേ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഞാൻ ആൾക്കാരെ. ഇന്നലെയൊക്കെ 120 ആൾക്കാരെ കണ്ടത്. ഹൈ എമർജൻസിക്കാരെ കാണും. ചിലപ്പോൾ ഒരു ഉപദേശം, ചിലപ്പോൾ ഒരു പ്രാർത്ഥന, ചിലപ്പോൾ ഒരു നിർദ്ദേശമൊക്കെ കൊടുത്താൽ മതിയാവും. അതൊക്കെ ചില കർത്താവ് അവർ വരുമ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങളൊരിക്കലും അച്ഛനെ കാണുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിമാക്കി വെക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അച്ഛൻ ആൾ ദൈവമായിട്ട് മാറും. അങ്ങനെ ഒരു വിഷയം നമ്മൾ ഇല്ല. നമുക്ക് ആപ്പടെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അച്ഛനെ കാണുന്നത് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ട് വെക്കരുത്. മറിച്ച് വിഷയമെല്ലാം ചെയ്യേണ്ടത് കർത്താവാണ്. അച്ഛനൊരു നിമിത്തം മാത്രമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബോധം വേണം. ചില ആൾക്കാരൊക്കെ അവർക്ക് അച്ഛനെ കാണുമ്പോൾ എല്ലാം ശരിയാവുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവത്തെ സൈഡാക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു മാനുഷിക പ്രവണതയുണ്ട്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ലേ, നമ്മൾ നടത്തിക്കാഞ്ഞിട്ടാണ്. ഇതൊന്നും നടക്കാഞ്ഞിട്ടില്ല. ഉടമ്പടിക്ക് പാര വെക്കണം നിങ്ങൾ തന്നെയാണ്.
ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ല, നമ്മൾ നടത്തി കഴിഞ്ഞിട്ടാണ്. അതൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം, നല്ലതാണ്. ഇപ്പം ഈ ബേബിക്കലിൻ്റെ വിഷയം എന്താ? അയാൾ പറഞ്ഞു, എടീ ഞാനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് കുറച്ച് തരികട പറഞ്ഞുകൊണ്ടാണ് ഇനി ഇപ്പം എത്രയോ പേര് വന്ന് സ്ഥലം നോക്കിപ്പോയി, അവരാരും എടുത്തില്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടായിട്ട് പോലും നടക്കണില്ലല്ലോ, നമുക്ക് പലിശ കൂടുകയല്ലേ, ആൾക്കാർ നമ്മളെ പെടരയ്ക്ക് കൂടി ഞെക്കുകയല്ലേ. അവര് പഠിച്ച് ഞാൻ ഉടമ്പടി എടുക്കുക. അപ്പോൾ അയാൾക്ക് ബോധോദയം വന്ന് സ്റ്റെപ്പ് നോക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് വളരെ ആഘോഷമാണ്. ഞാൻ ഉടമ്പടി എടുക്കുക. പുള്ളിക്കാരൻ വന്നിട്ട് ഉടമ്പടി വൈഫ് പുതുക്കുമ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1.5 ഇൻവെസ്റ്റ്മെൻറ്റാണ്. പുള്ളി നാക്ക് നിയന്ത്രിച്ചു. എല്ലാ സമയവും എല്ലാ കാലങ്ങളിലും കർത്താവ്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധി എന്ന് പറയണത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? വിശുദ്ധി കുറഞ്ഞാൽ ദൈവസാന്നിധ്യം അറിയാണ്ടിരിക്കും. ഇപ്പോൾ ഈ യാക്കോബിൻ്റെ അനുഭവം, ദൈവാനുഭവം തന്നെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഉൽപ്പത്തി 18:28 16:17 വായിച്ചോളൂ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. അതാണ് സംഭവം. ദൈവം നിന്റെ വീട്ടിലുണ്ടായാലും ചിലപ്പോൾ അറിയത്തില്ല. അതൊരു അപകടമാണ് ഇതിൻ്റെ അകത്ത്. നീ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം വാക്കുമായിരിക്കുമല്ലോ, ഇല്ലേ? ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ഞാൻ നിൻ്റെ കൂടെ വരും എവിടെ ആയാലും. അപ്പോൾ ദൈവം വാക്കുമായിരിക്കുമല്ലോ. പക്ഷേ വി ആർ നോട്ട് നോയിങ് ഇറ്റ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവൻ അപ്പനെക്കാർക്ക് പുനരടിച്ച് ചട്ടനെ പറ്റിച്ചിട്ട് വന്നിരിക്കണതാണ്, അല്ലേ? അതാണ് സംഭവം. ഇവൻ അപ്പനെ കറക്കി പുനലടിച്ച് അപ്പൻ കണ്ണ് കാണാൻ പോലെ ഇരിക്കുകയായിരുന്നു. ആരാണ് അപ്പൻ? അപ്പനാരാ? ഇസഹാക്ക് കണ്ണും കാണാൻ പോലെ ഇരിക്കുകയല്ലേ വീട്ടിൽ. 90 വയസ്സുണ്ട്. അപ്പം അദ്ദേഹത്തിന് തോന്നി ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ അദ്ദേഹം യേശാവിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകനെ, അപ്പം എനിക്ക് ദൈവത്തിലേക്ക് പോകാൻ കാലമായി, അതുകൊണ്ട് നീ കാട്ടിൽ പോയി ഒരു നല്ല മൃഗത്തെ പിടിച്ചുകൊണ്ട് പോയി എനിക്ക് പാകം ചെയ്ത് വാ, അപ്പമായിട്ട് വാ, ഞാൻ ഭക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കാമെന്ന് പറയും. അവൻ പാവപ്പെട്ട ചാടിപ്പോയി. പക്ഷേ റബേക്ക അത് കേട്ടു. എന്താ കാര്യം? അവർക്ക് നെപ്പോട്ടിസം ഉണ്ട്, അവർക്ക് പക്ഷപാതം ഉണ്ടായി. ആരോടാണ്? ഇളയവനോട് പക്ഷപാതം വേണോ? അത് നമ്മൾ പക്ഷപാതം പരിശുദ്ധാത്മാവ് വരുന്നതിനുള്ള തടസ്സമുള്ള നിൽക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ പക്ഷപാതം ഉണ്ടാവരുത് എന്ന് കർത്താവിൻ്റെ വചനം. നിങ്ങളിപ്പോൾ ഇളയ മക്കൾ, മൂത്ത മക്കൾ, പെമ്മക്കൾ, ആൺമക്കൾ എന്ന് പറഞ്ഞ് പക്ഷപാതം വെക്കത്തില്ലേ? ഗ്രൂപ്പിസം ഉണ്ടാക്കത്തില്ലേ? അപ്പൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് 2 പേരെ വെക്കും, അമ്മയുടെ മക്കൾ 1 ആൾ വെക്കും. ഇങ്ങനെ വീട്ടിൽ ഗ്രൂപ്പിസം ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ പല കാര്യങ്ങളും ഗ്രൂപ്പിസത്തിലാണ് പോകുന്നത്. പക്ഷേ പുറത്തൊന്നും പറയത്തില്ല. എല്ലാവരും ഒരു ചോരയായത് കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് പോകുന്നുണ്ടെങ്കിലും ഒരു അടിവലിവ് ഉണ്ടാകുന്ന നോക്കണം. പക്ഷപാതത്തെക്കുറിച്ച് വചനമെടുത്തേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന നിയമാവർത്തനം 16:19.
നിയമാവർത്തനം 16:19. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. പറഞ്ഞേ, നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. അപ്പൊ ദൈവത്തിൻ്റെ ഒരു നീതിയാണല്ല നമ്മുടെ ലോകത്ത് നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? അതിനകത്ത് പക്ഷപാതം ഇല്ല. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് നമ്മൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പക്ഷപാതം ഇല്ല. പക്ഷേ റബേക്കയ്ക്ക് ഒരു പക്ഷപാതം ഉണ്ട്. ആരോടാണ്? യാക്കോബ്. റബേക്കയുടെ പക്ഷപാതമാണ് ഈ ഇളയ മകൻ നാടുവിടേണ്ടി വന്നത് കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉടമ്പടി എടുത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പക്ഷപാതം ദൈവത്തിൻ്റെ മനസ്സിന് യോജിക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് യേശാവ് രോമാവൃതമുള്ള മനുഷ്യനാണ്. മുട്ടാണ്ടനെ പോലെ കുറേ രോമമുള്ള ആളാണ്. യേശാവിൻ്റെ രോമക്കുപ്പായം അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഇവർ യാക്കോബിനെ ധരിപ്പിച്ച് കെട്ടിയൊക്കെ വെച്ച്, എന്നിട്ട് ആലയിപ്പോയി ഒരു ആടിനെ എടുത്ത് പാസ്സാക്കി അപ്പമൊക്കെ ഇട്ട് കൊണ്ടുവന്ന് യാക്കോബ് കൊണ്ടുവന്ന് അപ്പന് കൊടുത്തു. അപ്പൻ ചോദിക്കുന്നുണ്ട്, കണ്ണു കാണാൻ പണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാണത്? അപ്പൻ്റെ മകൻ ഏശാവാണ്. അപ്പോൾ ഉടനെ നീ ഇങ്ങനെ അടുത്ത് വരാൻ പറയും. കണ്ണു കാണാൻ പാടില്ല. അടുത്ത് വന്നിട്ട് ഉടനെ ഇസഹാക്ക് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഭയങ്കര സംഭവമാണ്. കർത്താവിൻ്റെ വയലിൻ്റെ മണം, അത് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ദൈവസ്നേഹമുള്ളവർ, കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന്. അപ്പം ഈ ദൈവമായിട്ട് എന്തൊരു ബന്ധമാണ് ആ മനുഷ്യന്. വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലേ? യേശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അന്തർഗതം എന്താണ്? കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന് പറയുന്ന കാര്യം വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് ആധ്യാത്മികത എന്ന് പറയണത്. എന്ത് കിട്ടിയാലും കർത്താവിൻ്റെ കൂടെ ചേർത്ത് പറയും. വൈഫായാലും മക്കളായാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റായാലും കിട്ടുമ്പോൾ ഞാൻ അധ്വാനിച്ച് ഞാൻ രാത്രി വരെ ഉറക്കം നിന്ന് വാങ്ങിച്ചെന്നില്ല, കർത്താവ് തന്ന മാർക്ക് ലിസ്റ്റ് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവമേ, എന്ത് കിട്ടിയാലും നിന്നെ ഓർത്ത് ഇസഹാക്കിനെ പോലെ നിന്റെ പേര് കൂട്ടി പറയാൻ എന്നെ എളിമപ്പെടുത്തി നീ നിന്റെ സ്വന്തമാക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്